തീർച്ചയായിട്ടും അത് മനഃശാസ്ത്രപരമായി അതൊരു രോഗാവസ്ഥ തന്നെയാണ്. സംശയരോഗം പല മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും വരാം, അല്ലെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി വ്യക്തിത്വ പ്രശ്നമായിട്ടും ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടെ ജീവിക്കുന്ന പാർട്ട്ണറെ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ചികിത്സ എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ചികിത്സ എടുത്താൽ അതിനകത്ത് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ഈ ഒരു സംഭവത്തിൽ ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായതായി പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ നിന്ന് ഒരു പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ച് അല്ലെങ്കിൽ അവരെ ഒരു ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഒരു വിദഗ്ധന്റെ അല്ലെങ്കിൽ ഒരു വിദഗ്ധയായിട്ടുള്ള മനഃശാസ്ത്രജ്ഞ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഫീൽഡിലുള്ള ഒരാളുടെ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നില്ലേ? പോലീസ് ഉദ്യോഗസ്ഥരടക്കം കുറച്ചും കൂടെ പക്വതയായിട്ട് ഈ ഒരു വിഷയം ഡീൽ ചെയ്യേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഒത്തുതീർപ്പുകൾ നമ്മൾ ഇന്ന് ആദ്യം കാണുന്നതല്ല. ഒത്തുതീർപ്പുകൾ നടത്തി കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ ഇതിനു മുമ്പ് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു ദാരുണമായ അവസ്ഥ എത്തുമ്പോഴാണ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു, ഒത്തുതീർപ്പ് നടത്തിയിരുന്നു എന്നുള്ള വിശദീകരണം നമ്മൾ കാണാറുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന നെടുമങ്ങാട് ഉണ്ടായ വിഷയത്തിലും ഇതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ അനാസ്ഥ വളരെ വ്യക്തമാണ്. അത്രയും മുറിവുകളോടുകൂടി പല പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൈയൊടിഞ്ഞൊക്കെ ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് അന്ന് തന്നെ ഒരു മെഡിക്കോ ലീഗൽ കേസൊക്കെ വരേണ്ടിയിരുന്നതാണ്. പലപ്പോഴും അത് ആ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാത്തത് അല്ലെങ്കിൽ അവിടെ നടപടികൾ കൃത്യമായി പാലിക്കപ്പെടാത്തത് പിന്നീട് ദാരുണമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബ പ്രശ്നങ്ങളുമായി വരുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഇഷ്യൂസുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സ്ഥലത്ത് പോലീസിന് ശരിയാണ് നിയമപരമായി മാത്രമേ അവിടെ ഇടപഴകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ സെൻസിറ്റൈസ്ഡ് ആയിട്ടിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈവൻ നമ്മളുടെ സമൂഹത്തിലെ എല്ലാവരും തന്നെ നമ്മളുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ മൾട്ടിപ്പിൾ ടൈംസ്, ഒരു തവണയല്ല, ഇതേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസ് നേരിട്ട് വീട്ടിലെത്തി സമാധാനിപ്പിക്കുന്ന അവസ്ഥയും ഇവർ സ്റ്റേഷനിൽ വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായപ്പോ അവിടെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അതിന്റെ ഒരു മനഃശാസ്ത്രപരമായ അറ്റ്ലീസ്റ്റ് ഒരു ഇവാലുവേഷൻ നിർബന്ധിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാകണമായിരുന്നു. വെറുതെ പരിഹരിച്ച് രമ്യതയിലാക്കി വിടുക എന്നുള്ളതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.